ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രഭാസ് പ്രകാശ്. ഞാനിപ്പോൾ ഉള്ളത് ശോഭ സിറ്റി മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ, ദുബായ്. ഇവിടെ നിന്ന് എനിക്ക് ഒരു സ്ഥലത്തോട്ട് പോകണം, ഒരാവശ്യമായിട്ട് പോവുകയാണ് കേട്ടോ, ജോലിയുടെ ഒരാവശ്യമായിട്ട് പോവുകയാണ്. അപ്പം ഇവിടെ നിന്ന് ട്രാമുണ്ട്, ട്രാമിൽ കയറണം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വേറെ ജുമേറ ബീച്ച് അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി അടുത്തൊരു ട്രെയിനുണ്ട്, ചെറിയ ട്രെയിനാണ്. അതിൽ സെയിം നോവൽ കാർഡ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് നോവൽ കാർഡ് ഞാൻ കാണിക്കാം, നമുക്ക് മെട്രോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ നമുക്ക് ആർട്ടിയുടെ തന്നെ നോവൽ കാർഡ് എന്ന് പറയും, ബസ്സിൻ്റെ പഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇതിൽ നമ്മൾ 25 ദിറമാണ് നമുക്കിത് എടുക്കാൻ വേണ്ടി. ഇത് എടുത്തിട്ട് അതിൽ നമുക്ക് 25 ദിറമിന് കാർഡ് കിട്ടും. കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഒരു 19 ദിറമൊക്കെ കാണും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു സ്ഥലത്തോട്ടൊക്കെ പോകുന്നെങ്കിൽ മിനിമം നമുക്ക് കാർഡിൽ 7 ദിറം ഉണ്ടാവണം, അല്ലെങ്കിൽ ഫൈന് കിട്ടും. അപ്പം ഇതിൽ തീരുമ്പം നമുക്ക് നിറയ്ക്കാൻ പറ്റും. അത് അവിടെ കാർഡ് മെഷീനുണ്ട്, അപ്പോൾ അതിലൊന്ന് നമുക്ക് നിറയ്ക്കണം. അപ്പോൾ കയറുമ്പം തന്നെ നമുക്കത് പഞ്ച് ചെയ്യാൻ വേണം കേട്ടോ. അതിന് മെഷീൻ ഇരിപ്പുണ്ടായിരിക്കും, നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ പഞ്ച് ചെയ്യാൻ വേണം, ഇറങ്ങുമ്പോൾ പഞ്ച് ഔട്ടും ചെയ്യണം. അപ്പോൾ അതിലൊരു സ്ഥലത്തുനിന്ന് കയറുമ്പോൾ ആ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇത്ര ചാർജ് ഉണ്ട്, ആ ചാർജ് കട്ടാവും. വീണ്ടും നമുക്ക് സഫിഷ്യൻ്റ് മണി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RTA കാർഡാണ് ഇപ്പം ബസ്സിലും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പാസ്സായിട്ട് നമുക്ക് കിട്ടും. പാസ്സാണെങ്കിൽ നമുക്ക് 1 മന്ത് പാസ്, പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം ബുർജുമാൻ്റെ തൊട്ട് നമുക്ക് ബിസിനസ് വേ വരെ വേണമെങ്കിൽ അങ്ങനെ 1 മാസത്തേക്കുള്ള കാർഡ് അങ്ങനെ കിട്ടും. അത് ഓരോ സോണ് കണക്കാക്കിയാണ്, അത് ചില സോണൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ 1 മന്ത് ഫുള്ള് ദുബായ് ഫുള്ള് നമുക്ക് ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകാൻ വേണ്ടി നമുക്ക് പാസ് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 350-360 ദിറം ആവും. ആണെങ്കിൽ ഫുള്ള് നമുക്ക് എല്ലായിടവും പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ പല പാസും എല്ലാം ഉണ്ട്. ഇതുപോലെ കാർഡിൽ നമുക്ക് റൈറ്റ് സൈഡിലൊക്കെ വേണം, അത് എങ്കിലേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുൾ ടൈം പാസ് വേണമെങ്കിൽ കിട്ടും. അത് എനിക്ക് മുന്നേയൊക്കെ ഞാൻ എടുത്തപ്പോൾ 21-22 ദിറമൊക്കെ ആയിരുന്നു. നമുക്ക് ഫുൾ ടൈം ദുബായ് ഫുള്ള് നമുക്ക് ബസ്സിലും ട്രെയിനിലും ഒക്കെ പോവാം. ടാക്സിയിലൊന്നും പറ്റത്തില്ല കേട്ടോ, അങ്ങനെ പോവാം. അതിനുള്ള ഇതാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് മെട്രോയിൽ കണ്ടോ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി എസ്കലേറ്റർ ഉണ്ട് ഇങ്ങനത്തെ. ഇതിൽ നമുക്കിങ്ങനെ പോവാം, കയറി നിന്നാൽ മതി, ഇങ്ങനെ വെക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഷേക്സ് റോഡാണ് കേട്ടോ, ആ സൈഡൊക്കെ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കുകയാണ്, എനിക്കിനി ട്രാമിലോട്ടാണ് പോകേണ്ടത്. ഞാൻ ഇപ്പുറ സൈഡിലോട്ട് വന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ വെളിയിൽ നല്ല ചൂടാണ്, എനിക്ക് ഇനി ട്രാമിൽ പോയി ഇറങ്ങിയിട്ട് വീണ്ടും കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതിലത്ത് തന്നെയാണ്, കുറച്ചങ്ങ് നടക്കണം. ഒരു സ്ഥലത്തോട്ടൊരു മിനിറ്റിന് പോവുകയാണ്. എക്സൈ റോഡ് അതാണ് മെട്രോ കേട്ടോ. ശോഭ സിറ്റി മെട്രോ സ്റ്റേഷനാണിത്. ശോഭ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ മെട്രോയുടെ പേര് കേട്ടോ. പിന്നെ DMCC അതിൻ്റെ അടുത്ത് അവിടെയൊക്കെ കണ്ടോ ബിൽഡിങ്ങൊക്കെ ഒത്തിരി കുറേ. ഷേക്സ് റോഡ് അത് അബുദാബിക്ക് പോകുന്നതാണ്, അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം തിരിച്ച് ദുബായിക്ക് സൈഡിൽ കൂടെ അങ്ങോട്ട് ട്രാമിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ ദുബായിലൊക്കെ വരുന്നെങ്കിൽ വിസിറ്റിങ്ങിലൊക്കെ വരുന്നെങ്കിൽ ഈ നോവൽ കാർഡാണ് എടുക്കേണ്ടത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ട്രെയിനും ബസ്സിലും ഒക്കെ പോകുന്നെങ്കിൽ കാർഡ് എടുക്കണം. അത് നമുക്ക് ദുബായിൽ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും. റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ചാർജ് ചെയ്യാതെ പഞ്ച് ചെയ്യാതൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈൻ അടിക്കും. പല സ്ഥലത്ത് ഷാർജയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്ന ടൈമിൽ പല സ്ഥലത്തും വണ്ടി നിർത്തിയിട്ട് ചെക്കർമാർ കയറാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അബുദാബി പോകണമെങ്കിൽ നമുക്ക് ഈ കാർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴൊക്കെ 30 ദിറമാണെന്ന് തോന്നുന്നു. ഷാർജയ്ക്കും ഏകദേശം 15-20 പിന്നെ അബുദാബി പോയിട്ട് അബുദാബി സിറ്റിയിൽ നമുക്ക് പോകുന്നെങ്കിൽ അതിന് വേറെ കാർഡുണ്ട് കേട്ടോ. അതിനുള്ള കാർഡ് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാണ് അബുദാബിയിൽ നമുക്ക് ബസ് കാർഡ് കേട്ടോ. അബുദാബി പോയിട്ട് സിറ്റിയിൽ കറങ്ങാൻ വേണ്ടിയുള്ളതാണ്.
എന്നുവെച്ചാൽ അവിടെ ബസ്സിലും ഒക്കെ ബസ് മാത്രമേ ഉള്ളൂ, ബസ്സിൽ പോകാൻ വേണ്ടിയുള്ള കാർഡാണ് കേട്ടോ ഈ കാർഡ്. ഈ കാർഡ് നമുക്ക് അവിടെ പോയാണ് നിറക്കേണ്ടത്, അവിടെ പോയി എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ ഓരോ സ്ഥലത്തും പൈസ ഇല്ലാതെയും റീചാർജ് ഇല്ലാതെയും പോകാമെന്നൊക്കെ വിചാരിക്കില്ല, ഫൈൻ അടിക്കും കേട്ടോ. അത് ചിലപ്പം ചില സമയത്ത് ഇറക്കി വിടുകയും ചെയ്യും കേട്ടോ. മെട്രോയിലൊന്നും അങ്ങനെ പറ്റില്ല, അവർ ഇറക്കി കൊണ്ടുപോകും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് തന്നെ പോവുക കേട്ടോ. അങ്ങനെ അതില്ലാതെ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. എപ്പോഴും നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നല്ലൊരു കൺട്രിയാണ് നമുക്ക് ജീവിച്ചു പോകാൻ. ജോലിയെല്ലാം സേഫായിട്ടുള്ളൊരു നാടാണ് നമുക്കിത്. ഒരിക്കലും ഒരു കാരണവശാലും നിയമങ്ങൾ നമ്മൾ പാലിക്കുക തന്നെ വേണം, പാലിക്കാതിരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ട്രാമിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഷേഖ് സായർ റോഡ് ഇത് കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെഷീൻ കേട്ടോ. കാർഡ് പഞ്ച് ചെയ്യാണ്. ഞാനിവിടെ എൻട്രി ആയിട്ടുണ്ട്. തിരിച്ചിറങ്ങുമ്പോഴും അതിൽ പഞ്ചായത്ത് വേണം. ആക്ച്വലി എനിക്ക് അപ്പർ സൈഡിൽ നിന്നാണ് കയറേണ്ടിയിരുന്നത് കേട്ടോ. ആ സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. ഇവിടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിനി പോകേണ്ടത് ആ സൈഡിൽ നിന്നായിരുന്നു. ഇതാണ് ഒന്ന് നിൽക്കുന്നത്, ഇങ്ങോട്ട് പോകാൻ. ഇതിൻ്റെ എനിക്ക് ഈ സൈഡിൽ നിൽക്കണം. ഞാൻ അവിടെ പഞ്ച് ചെയ്തത് പ്രശ്നമില്ല. അകത്തോട്ട് കയറുകയാണ്. അതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. അതാണ് പഞ്ച് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പഞ്ച് ചെയ്തു അപ്പുറത്ത്. പ്രശ്നമില്ല. ഇവിടെ ഇരിക്കേണ്ട സ്ഥലമെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പൈസ ഇട്ട് കോയിനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. എല്ലാ ഐറ്റംസും ഉണ്ട്. പൈസ ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഇട്ടിട്ട് നമുക്ക് അത് നമ്മുടെ താഴെ വന്ന് കഴിയും. നടന്നെടുത്താൽ മതി കേട്ടോ. അങ്ങനെ എഴുതി കാണിക്കും അത് ടൈമാണെന്നുള്ളത് കേട്ടോ.